വികാരങ്ങൾ അമിതമായി അനുഭവിക്കുക, പ്രകടിപ്പിക്കുക, വൈകാരിക നിയന്ത്രണം നഷ്ടമാവുക, ചുറ്റുപാടുള്ളവരുമായി ഒത്തുപോവുക അസാധ്യമാവുക, അടുത്ത ബന്ധങ്ങൾ എപ്പോഴും തിളച്ചുമറയുന്നതാവുക, അടുപ്പമുള്ളവരോട് സ്നേഹവും വിദ്വേഷവും മാറി മാറി അനുഭവപ്പെടുക, അതുപോലെ സ്നേഹവും പകയും വിദ്വേഷവുമെല്ലാം ഒരേ ആളോട് തന്നെ വലിയ രീതിയിൽ അനുഭവപ്പെടുക, എപ്പോഴും സ്നേഹം തേടിക്കൊണ്ടേയിരിക്കുക, ചെറിയ തിരസ്കാരങ്ങൾ പോലും ഉൾക്കൊള്ളാൻ പറ്റാതെ വരിക, ഒട്ടും ഉറപ്പില്ലാത്ത ചഞ്ചലിതമായ ഭാവി ചിന്തകൾ, എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം, എങ്ങോട്ട് പോകണമെന്നതിൽ തീർച്ചക്കുറവ് അനുഭവപ്പെടുക, ഞാൻ ആരാണ്, എൻ്റെ ശക്തികൾ എന്താണ്, പരിമിതികൾ, പരിധികൾ എന്നിവയിൽ ഒട്ടും ധാരണയില്ലാതെ ഇരിക്കുക, ഒരു ജീവിതത്തിൽ സ്ട്രെസ് അല്ലെങ്കിൽ കഷ്ടനഷ്ടങ്ങൾ വരുമ്പോൾ അതിനോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത് എന്നതിൽ ധാരണക്കുറവ് അനുഭവപ്പെടുക, മൊമെൻ്ററി ഹാപ്പിനെസ്സിന് വേണ്ടി വലിയ വലിയ റിസ്കുകൾ എടുക്കാൻ തയ്യാറാവുക. ഇതെല്ലാം ഒരു വ്യക്തിയുടെ ആന്തരിക ഘടനയുടെ പ്രയാസങ്ങളായിരിക്കാം. ഇതൊന്നും ഒരു വ്യക്തി സ്വയം തിരഞ്ഞെടുക്കുന്ന ഒന്നല്ല. ഒരു വ്യക്തിയുടെ അനുഭവങ്ങളും സാഹചര്യങ്ങളുമാണ് ആ വ്യക്തിയുടെ ആന്തരിക ഘടന രൂപപ്പെടുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. ഇത്തരത്തിൽ ഒരു വ്യക്തിക്കുണ്ടാകുന്ന മാനസിക ട്രോമ അല്ലെങ്കിൽ മനസ്സിലുണ്ടാകുന്ന ഉണങ്ങാത്ത മുറിവുകൾ, ഇതെല്ലാം ആ വ്യക്തിയുടെ ആന്തരിക ഘടനയിൽ പ്രയാസങ്ങളുണ്ടാകാൻ കാരണമാകാം. ഒരു വ്യക്തിയെ വിശദമായി പഠിച്ചും ആന്തരിക ഘടന വ്യക്തമാകുന്ന ടെസ്റ്റുകൾ ചെയ്തുകൊണ്ട് മനസ്സിലെ മുറിവുകൾ നേരെയാക്കിക്കൊണ്ട് വ്യക്തിയുടെ സ്റ്റാറ്റസ് ഉയർത്തിപ്പിടിച്ചും ഉള്ളിലെ ശക്തികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പുതിയ രീതിയിൽ കാര്യങ്ങളെ വിശകലനം ചെയ്യാനും ഉൾക്കൊള്ളാനും പ്രയോഗിക്കാനും പ്രാപ്തമാക്കുന്ന രീതിയിൽ ഉള്ള സമഗ്രമായ ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാ രീതിയാണ് ഇൻമൈൻഡിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക് നമ്മൾ നൽകി വരുന്നത്. ഇത് വളരെയധികം പ്രയോജനമുള്ള ഒന്നാണ് എന്നാണ് ഇൻമൈൻഡിൽ താമസിച്ച് ചികിത്സയെടുത്തവർ അഭിപ്രായപ്പെടുന്നത്.